അതെങ്കിലും വേണം. നിബിതങ്ങൾ അങ്ങനെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിറിയത്ത് മൂന്നാം ഭാഗമിൽ പറയുന്നു. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിൽ ഉള്ളതായി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 3 തൊപ്പി ഉണ്ടായിരുന്നു. അല്ല, ഈ ക്ലാസ് കഴിയുമ്പോ എത്ര ചോദ്യമാണ്? ഞങ്ങൾ മറന്നോന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര തൊപ്പി ഉണ്ടായിരുന്നു? 3 തൊപ്പി. 3 ഒരേ മാതിരിത്തതല്ല, 3 സൈസിലുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും 3 തൊപ്പി ഉണ്ടോ? ഇല്ലെങ്കിൽ ഒന്നിച്ച് 3 വാങ്ങണ്ട, ഓരോന്ന് വാങ്ങിയിട്ട് 3 ആക്കണം. ഒന്നിച്ച് 3 വാങ്ങാൻ പറഞ്ഞാൽ രക്ഷിതാക്കൾ ഇരുന്ന് അടി കിട്ടും എനിക്ക്. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് പൈസ ഉണ്ടാകുമ്പോ വാങ്ങിയിട്ട് 3 ആക്കണം. പെരലൊക്കാനല്ല. പിന്നെ ഒരു ഫർദ് നിസ്കാരം ഒരാൾ തലമറച്ച് നിർവഹിച്ചാൽ ആ ഫർദ് നിസ്കാരത്തിന് 25 നിസ്കാരത്തിന്റെ കൂലിയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പോ 1500 കൊല്ലായിട്ട് മുഅ്മിനീങ്ങൾ പ്രധാനമായും മുടിവെട്ടിയ ഒരു രീതി ഒന്നിച്ച് വളർത്തി ബാക്കിൽ മുറിച്ച് വാർന്നിട്ട് തൊപ്പി വെച്ച് അതിന്റെ മേലെ തലപ്പാവ് ധരിക്കുന്ന രീതിയാണ്. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടക്കൊക്കെ മുടി ഒരുപോലെ വെട്ടിച്ചെറുതാക്കാറുണ്ടായിരുന്നു. ഇതാണ് രണ്ടാമത്തെ രീതി. മൂന്നാമത്തെ രീതി, അലി റളിയല്ലാഹു അൻഹു തല മുഴുവനായും വടിച്ചു കളയാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകാരം കൊടുത്തു. 2 നിബിതങ്ങൾ ചെയ്തതും 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകാരം കൊടുത്തതുമാണ്. 1 മുഴുവനായും മുടി വളർത്തി ബാക്കിൽ മുറിച്ച് തൊപ്പിട്ട് തലയിൽ കെട്ടുന്ന രീതി, 2 ഒരേപോലെ മുടി വെട്ടുന്ന രീതി, 3 ഒരേപോലെ മുടി വടിച്ചു കളയുന്ന രീതി. ഇങ്ങനെ 3 രീതിയാണ് 1500 കൊല്ലായിട്ട് മുഅ്മിനീങ്ങൾ ചെയ്തത്. മുസ്ലിങ്ങൾക്കെതിരെ കുരിശുവാഹകർ, ജൂതന്മാർ, ക്രിസ്ത്യാനികൾ വലിയൊരു യുദ്ധം നടത്തി. കുരിശ് യുദ്ധം എന്ന പേരിൽ അത് ചരിത്രത്തിൽ അറിയപ്പെടുന്നു. കുരിശ് യുദ്ധം നടക്കുന്ന സമയത്ത് മുസ്ലിം സൈന്യത്തെയും ജൂത സൈന്യത്തെയും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി ജൂതന്മാർ ഒരു മുടി വെട്ടുന്ന ശൈലി കൊണ്ടുവന്നു. കുറച്ച് ഭാഗം വെട്ടിയിട്ട് ബാക്കിയുള്ളത് എന്നാണ് നൗഷാദൊക്കെ പറഞ്ഞ മാതിരി കക്കൂസ്ത ബ്രഷ് പോലെ ആക്കിയിട്ട് നിർത്തുക. കുറച്ച് വെടുക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ വെട്ടും, എന്നിട്ട് ബാക്കിയുള്ളത് കക്കൂസ്ത ബ്രഷുമായിരിക്കും. എന്നാണ് ചാവക്കാട് ഞാൻ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ, ഏറ്റവും നല്ല ഹെയർ സ്റ്റൈല് ഇമ്മാക്ക് ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈലാണ്. എന്റെ അമ്മാക്കല്ല കേട്ടോ, നിങ്ങളമ്മാക്ക്. ഓരോരുത്തരും ഉമ്മാക്ക ഞാൻ പറഞ്ഞത്. ഏറ്റവും നല്ല ഹെയർ സ്റ്റൈല് ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടതാണ്. മുടിയെട്ടിങ്ങനെ വന്നപ്പോ തലമക്ക് നോക്കിയപ്പോ ഉമ്മ പറഞ്ഞു, എന്റെ കുട്ടിയുടെ തലമക്ക് നോക്കുമ്പോ നല്ലൊരു ഈമാണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല ഹെയർ സ്റ്റൈൽ. എല്ലാരും എഴുന്നേറ്റുന്നേ, നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യമാണ്. ഈ തൂണിന്റെ അപ്പുറത്ത് കാര്യം വരരുത്. ചെയ്യേണ്ടത് ഒരു കാര്യമാണ്, എല്ലാരും തലമന്ന് തൊപ്പിയെടുത്തിട്ട് നല്ല ഹെയർ സ്റ്റൈൽ ഉള്ളവർക്ക് മാത്രം ഒന്ന് കൈ കൊടുത്തേ. ഒന്നിങ്ങനെ ഇളകിയിട്ട് അപ്പുറത്തെ കസലയിലൊക്കെ മാറിയിരുന്നോളി. നല്ല ഹെയർ സ്റ്റൈൽ കണ്ടാൽ മാത്രം കൈ കൊടുത്താൽ മതിട്ടാ. അതായത് ഉമ്മാക്ക് ഇഷ്ടം വരുന്നത് വേണട്ടാ. ഒന്ന് അപ്പുറത്തും പുറത്തൊക്കെ നല്ല കണ്ട മാത്രം കൊടുത്താൽ മതി, അല്ലേ കൊടുക്കണ്ട. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطالي والحبيب العربي أنت منجينا غدا
الصفا من لنا مثلك يا سيدي خير النبي الصلاة والسلام على الرسول الشفيع الأبطالي الصلاة على النبي والسلام على الرسول الشفيع الأبطالي والحبيب العربي. പാട്ട് പാടാനായി തുടങ്ങേണ്ട സമയത്തോ എല്ലാരും ഫാൻ്റെ ലെറ്ററുള്ളത് ഫാനിട്ട് വരാൻ പറഞ്ഞല്ലായിരുന്നു. എല്ലാ മനുഷ്യന്മാരെയും തിരിച്ചറിയാൻ അടയാളമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. പള്ളിക്ക് വാങ്ങിക്കൊടുക്കുന്ന ആള് മാഷറയിൽ വരുമ്പോ തല ഉയരത്തിൽ കാണപ്പെടുന്നതാണ് എന്നാണ്. എല്ലാവരും ഇങ്ങനെ നിരന്നു നിൽക്കുമ്പോ കുറച്ചാൾക്കാരെ തല കാണാൻ ഇങ്ങനെ ഉയരത്തിൽ ഒരു പള്ളിക്ക് വാങ്ങിക്കൊടുക്കുന്നവരേക്കാരം. ഒന്നുണ്ടാക്കുന്ന ആൾക്കാർ മാഷറയിൽ വരുമ്പോ ഇന്ന ഉമ്മത്തി യുദ്അവന യൗമൽ ഖിയാമത്തി ഖുറം മുഹജ്ജലീന മിൻ ആതാരിൽ ഖുബൂർ, മുഖവും കൈകാലുകളും വെളുത്തവരായി കാണപ്പെടുന്നതാണ് എന്നാണ്. കള്ളുടിയന്മാര് മാഷറയിൽ വരുമ്പോ തോളിൽ കഴുത്തിൽ ഒരു പാത്രം ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. കള്ളിന്റെ വാസന ഉള്ള ഒരു പാത്രം, കള്ളുടിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം തൂക്കിയിട്ടുണ്ടാവും. പലിശക്കാര് മാഷറയിൽ വരുമ്പോ വയറൊക്കെ അങ്ങനെ വീർത്തിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോ ഓരോ സൈഡിൽ ഇങ്ങനെ മറിഞ്ഞു വീഴും. അങ്ങനെ ഈ കാലം വരിക. എല്ലാരും വരുമ്പോഴും അടയാളം ഉണ്ടാവും. ദുന്യാവിലും അടയാളം ഉണ്ടാവും, ആഖിറത്തിലും അടയാളം ഉണ്ടാവും. നമ്മളൊക്കെ നല്ല കുട്ടികളല്ലേ? വ്യഭിചാരികൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ആർക്കും ഇഷ്ടമില്ലല്ലോ. ആർക്കും ഇഷ്ടമില്ലല്ലോ. ഫ്രാൻസ്, ജർമ്മനി അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ വ്യഭിചാരികളായി സ്ത്രീകൾ മാത്രമല്ല ഉണ്ടാവാറുള്ളത്, പുരുഷന്മാര് കൂടി മാറാറുണ്ട്. പുരുഷ വേശ്യകളെ തിരിച്ചറിയാനുള്ള അടയാളാണ് മുട്ടിന് താഴെ ഒട്ടി നിൽക്കുന്ന പാന്റ്. ആരും നോക്കണ്ടേ, ആരും നോക്കണ്ടോ, ഒക്കെ എന്റെ മുഖത്ത് നോക്കിയാൽ മതി, കണ്ണു കാണാല്ലേ. അതായത് ലാമിനേഷൻ ചെയ്ത പാന്റ്, ചന്തിയൊക്കെ ലാമിനേഷൻ ചെയ്തിട്ടുള്ള ആ പാന്റ് പുരുഷ വേശ്യകളെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള അടയാളമാണ്. ദേശൊരു ലൂസിൽ അടിക്കൊണ്ട് SBവിന്റെ കുട്ടികൾ കേട്ടോ. നമ്മളെല്ലാരും ഹിദ്മത്ത് എടുക്കാൻ വേണ്ടി മനുഷ്യന്മാരെ നന്നാക്കാനുള്ളവരാണല്ലോ. അതുകൊണ്ട് ദേശം ഒരു ലൂസിൽ, തോനൊന്നും വേണ്ട, ബോറാവണ്ട, സർക്കസ്തമായി ആവൊന്നും വേണ്ട, ബോറായിട്ട് ഒരു പാദത്തിൽ ഒരു കുറഞ്ഞൊരു ലൂസില് എണ്ണ തേക്കാതെ ഇങ്ങോട്ട് വലിച്ചു കയറ്റാൻ വയ്ക്കണം. ഇപ്പൊ സാധാരണ ഒരു കുട്ടി പാന്റ് ഇടാൻ ഒരുങ്ങിയാൽ ഒരു 50 മില്ലി എണ്ണ ചിലവാകും. കാലുമൊക്കെ തേച്ചിട്ട് വേണം ഈ പാന്റ്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കുറേയൊക്കെ കെട്ടിയിട്ടാണ് ഈ സാധനം വലിച്ചു കയറ്റാം. അല്ലെങ്കിൽ കയറൂല, കാരണം അത് ഭയങ്കര ടൈറ്റായിട്ട്. അങ്ങനെ അല്ലാതെ കയറുന്ന രൂപത്തിൽ ഒരു കുറഞ്ഞ ലൂസിൽ എല്ലാവരും അടിക്കൊണ്ടു. എന്നാ മനുഷ്യൻ കാണുമ്പോൾ ഒരു കോലുണ്ടാവും. അത് എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പോ നമ്മളെല്ലാരും വലിയൊരു കമ്പനി നടത്തുക, എന്താ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, നമ്മളെല്ലാരും കൂടി കൂടിയിട്ടാണ്. നമ്മളൊക്കെ മുതലാളിമാരാണ് സൂപ്പർ മാർക്കറ്റിന്റെ. സങ്കല്പിച്ചോളി, ഒരു കുഴപ്പമില്ലല്ലോ. വലിയൊരു സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളിമാരാണ് നിങ്ങളെല്ലാരും. ഒരു 3 ജോലിക്കാരെ ആവശ്യമുണ്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റിക്ക്. എത്ര ജോലിക്കാര്? 3 ജോലിക്കാര്. 10 ആൾക്കാർ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. 10 ആൾക്കാർ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. അതിലൊരു 2 ആൾക്കാര് നല്ല ഉഷാറായിട്ട് മനുഷ്യന്മാരെ കോലത്തിൽ മുടി വെട്ടിയിരുന്നു. വേറുള്ളൊരു 8 ആൾക്കാര് ഇവിടെ മാത്രം കുറെ മുടി ഇങ്ങനെ നിർത്തിയിട്ടും ഇവിടെ ഇങ്ങനെ വടിച്ചിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ നീട്ടി വളർത്തിയിട്ടും അങ്ങനെയൊക്കെ കൂടിയാണ്. ആ നല്ല നിലക്ക് മുടി വെട്ടിയ 2 ആളെയാണോ നിങ്ങൾ എടുക്കുക, അതോ മുടി ഇങ്ങനെ ചെരിച്ച് വെട്ടിയ ഇവിടെ മാത്രം ഇങ്ങനെ നിർത്തിയ ആളെയാണോ എടുക്കുക? നിങ്ങളെ സൂപ്പർ മാർക്കറ്റില് 2 ആളെയല്ല എല്ലാരും എടുക്കുക. അപ്പൊ പിന്നെ നിങ്ങളിപ്പോ ആ സൂപ്പർ മാർക്കറ്റിലേക്ക് പറ്റുമോ പറ്റൂലേ നിങ്ങൾ സ്വന്തം തീരുമാനിച്ചാൽ മതി കേട്ടോ. ആരോടും പറയണ്ട. നമ്മൾ തുടങ്ങാൻ പോണ ആ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ ആരെങ്കിലും പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ സൂപ്പർ മാർക്കറ്റ് വേണ്ട, ഭയങ്കര ജ്വല്ലറിയാണ്, വലിയ ലോക്കിന്റെ ജ്വല്ലറിയാണ്, 2 നിലയുള്ള വലിയ ബിൽഡിങ് ജ്വല്ലറിയാണ്.
ജ്വല്ലറിയിൽ ഒരു പണിക്കാരനെ വേണമെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാരും ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്, എത്ര ആളെടുക്കാൻ പറ്റും നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കിയാൽ മതി. നന്നായി മുടി വെട്ടണം, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഇടയ്ക്ക് പോകാൻ പറ്റൂല. നമ്മള് കുട്ടികൾക്ക് മാതൃകയാവേണ്ടവരാണ്, എല്ലാവർക്കും ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടവരാണ്. ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. സ്വർഗത്ത് പോവല്ലേ, പാട്ട് പാടട്ടെ. സ്വർഗത്തേക്ക് പോകണമെങ്കിൽ ആദ്യം എന്തുവാണ് വെച്ചാൽ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് സ്വർഗത്തേക്കുള്ള അപേക്ഷ എഴുതണം. അങ്ങനെ കടലാസ് എടുത്ത് എഴുതണ്ട, മനസ്സിലെഴുതിയാൽ മതി. മനസ്സിലെല്ലാരും ഒരു വെള്ള പേപ്പർ എടുത്തോളി, അതിൽ പേരും അഡ്രസ്സും ഒക്കെ എഴുതിക്കോളി. സ്വർഗത്തിലുള്ള അപേക്ഷയാണ്. അതിന്റെ അടിയിൽ 4 സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോസ്റ്റാറ്റ് വെക്കണം. എത്ര സർട്ടിഫിക്കറ്റ്? 4 സർട്ടിഫിക്കറ്റ്. ഒറിജിനൽ വേണം. ആ 4 സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഉണ്ടായാലും അറ്റസ്റ്റ് ചെയ്ത് കിട്ടുള്ളൂ. പക്ഷെ ഒറിജിനൽ ഫോട്ടോ കോപ്പി വെച്ചാൽ മതി, പക്ഷെ 4 ഒറിജിനൽ ഉണ്ടാവണം. ഏതൊക്കെയാണ് 4 എന്നാ പറയാൻ പോണത്? നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയെന്ന് ആലോചിച്ച് നോക്കിക്കോളി. ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് പറയട്ടെ, ഉമ്മാന്റെ സർട്ടിഫിക്കറ്റ് ആണ്. എത്ര ആൾക്കുണ്ട് ഉമ്മാന്റെ സർട്ടിഫിക്കറ്റ്? എത്ര ആൾക്കുണ്ട്? താത്തിക്കോളി. നല്ല കുട്ടികളാണ് എല്ലാരും. അള്ളാഹു നമ്മളെല്ലാരും ഉമ്മാരെ തൃപ്തി നേടുന്ന നല്ല കുട്ടികളാക്കട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒന്ന് ഉമ്മാന്റെ. രണ്ടാമത്തത് ഉസ്താദുമാരുടെ സർട്ടിഫിക്കറ്റ് ആണ്, ഗുരുനാഥന്മാരുടെ. എത്ര ആൾക്കുണ്ട്? അതായത് 1-ാം ക്ലാസ് കൈ താത്തി 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് 8-ാം ക്ലാസ് 9-ാം ക്ലാസ് വരെ പഠിപ്പിച്ച മദ്രസയിലെ ഉസ്താദുമാര്, സ്കൂളിലെ മാഷന്മാര്, ടീച്ചർമാര് എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് ഒക്കെ അല്ലേ? ആരെങ്കിലും മഷി കൊടുങ്ങിയിരുന്നോ? ആരെങ്കിലും വെണ്ടക്ക, തക്കാളി, കുമ്പളങ്ങാന്ന് വിളിച്ചിട്ടുണ്ടോ? സർട്ടിഫിക്കറ്റ് റെഡിയല്ലേ? നിങ്ങളെടുത്തില്ലേ? വേണ്ടി വരും. അല്ലാതെ സ്വർഗത്തിന്റെ അപേക്ഷ എഴുതാൻ പറ്റൂലട്ടോ. എവിടെ തെറ്റിച്ചാൽ അത് വേഗം തിരുത്തിങ്ങാണ്ട് വാങ്ങിക്കോളി, എന്നാലേ കിട്ടുള്ളൂ. രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് ഗുരുനാഥന്റേതാണ്. മൂന്നാമത്തെ സർട്ടിഫിക്കറ്റ് അയൽവാസിയുടേതാണ്. അയൽവാസിയുടെ സർട്ടിഫിക്കറ്റ്. എല്ലാരും അയൽവക്കത്തുള്ളവരോട് നല്ല ഇലക്കന്നല്ലേ? ഉറപ്പല്ലേ? എലി ചത്തത് അയൽവക്കത്ത് തൊടുക്ക് എടുത്തിടലില്ലല്ലോ. നമ്മളെ തൊടുവ് തന്നെ കുഴിച്ചിടലല്ലേ? വെള്ളം കോരാൻ വേണ്ടി വന്നപ്പോ ചീത്ത പറഞ്ഞിട്ടില്ലല്ലോ. പെരഞ്ഞെടുത്ത് കൂടെ വഴി നടന്നപ്പോ അടച്ചിട്ടില്ലല്ലോ. അയൽവാസിയോടെ സൽക്കാരം കല്യാണം ഉണ്ടായപ്പോ പോയിട്ടില്ലേ? പെരയില് മൗലിദുണ്ടായപ്പോ അയൽവാസികളെ വിളിച്ചിട്ടില്ലേ? മരിച്ചോടത്ത് പോയില്ലേ? യാസീൻ ഓതിയിട്ടില്ലേ? മൂന്നാമത്തെ സർട്ടിഫിക്കറ്റ് റെഡിയാണ്. 1 ഉമ്മാന്റേത്, 2 ഗുരുനാഥന്റേത്, മൂന്നാമത്തേത് അയൽവാസിയുടേത്. ഇനി 4-ാമത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങി വെച്ചാൽ മതി. ഭാര്യക്ക് ഭർത്താവിൻ്റെതും ഭർത്താവിന് ഭാര്യയുടേതും സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങൾ ഇപ്പൊ തന്നെ വാങ്ങാൻ പോണ്ട, ദേശം കഴിഞ്ഞിട്ട് വാങ്ങിയാൽ മതി. പഠിപ്പൊക്കെ കഴിഞ്ഞോട്ടെ, ജോലിയൊക്കെ ഉണ്ട്, അതിന് ശേഷം നമുക്ക് ആ സർട്ടിഫിക്കറ്റ് വാങ്ങാട്ടാ. ഭാര്യക്ക് ഭർത്താവിൻ്റെതും ഭർത്താവിന് ഭാര്യയുടേതും. ഇനി 4-ാമത്തെ, അപ്പൊ 1 ഉമ്മാന്റെ, 2 ഗുരുനാഥന്റെ, 3 അയൽവാസിയുടെ, 4 ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ. ഇനി 5-ാമത്തെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ട്. ഒരാളെ മരിച്ചതിന്റെ ശേഷം, മരിച്ചിങ്ങനെ കിടക്കുകയാണ്. വന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, എന്തോരു നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, ചിരിച്ചിങ്ങനെ കിടക്കണ് കണ്ടില്ലേന്ന് പറയുമ്പോ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നാണ് പറയാ. അതും കൂടി വേണം. ഈ 4 സാധനങ്ങളുടെയും ഒറിജിനൽ കയ്യിലുണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കാൻ റെഡിയാവാം. അതിൽ 1 ഭാര്യയുടെയും ഭർത്താവിന്റെയും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാം. ബാക്കിയുള്ളതൊക്കെ എല്ലാവരും റെഡിയാക്കി വെക്കുക. സ്വർഗത്തിനുള്ള ഫോം ക്ലിയർ അല്ലേ? എല്ലാരും എഴുതിയിട്ടുണ്ടോ? ആഗ്രഹിച്ചാൽ നേടാൻ പറ്റും. ഞാൻ എന്തായാലും സ്വർഗത്ത് പോയിട്ട് അടങ്ങുള്ളൂ എന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ അവൻ പോയിരിക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. താത്തിട്ടോളി. അങ്ങനെയാണെങ്കിൽ ഒഴിഞ്ഞിരിക്കുമ്പോ സ്വർഗത്തെ പറ്റി ഇങ്ങനെ ആലോചിക്കണം. എല്ലാരും എപ്പോഴും സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കണം. താത്തി, എല്ലാരും കൈ താത്തി, എല്ലാരും താത്തിക്കോളി. പാടല്ലേ? നാളെ പാടിത്തരുന്നു. നിങ്ങൾ പാടിക്കോളി, ഞാൻ പാടിത്തരാൻ. പാടിക്കോളി.
ഹജ്ജിന്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട് പാടി. അതൊരു പാട്ടായിട്ടില്ല, അതൊരു ജാഥ പോലെ ആയില്ല, പാട്ട് പോലെ ആയിക്കോട്ടെ, ഒപ്പായിക്കോട്ടെ. ഹജ്ജിന്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുബർഗത്തിൻ വാതിൽ കണ്ട് തകർന്ന ഹജ്ജിന്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുബർഗത്തിൻ വാതിൽ കണ്ട് കഅബം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുബർഗത്തിൻ വാതിൽ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം പടി. ഹൗദുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം. അള്ളാഹു നമ്മളെല്ലാരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. തമാശയും കാര്യമൊക്കെ കൂടിയായിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. തമാശക്ക് വിടുക, കാര്യം മാത്രം എടുക്കുക. എത്ര ജീവികളാണ് ഇപ്പൊ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് പറഞ്ഞത്? 20 ദശലക്ഷം അല്ല, 20 ദശലക്ഷം ഇനമാണ് കേട്ടോ. 20 ദശലക്ഷം ജന്തുക്കളല്ല, 20 ദശലക്ഷം ഇനം ജന്തുക്കളുണ്ട് എന്നാണ്. അക്ബർ ചക്രവർത്തിക്ക് വളരെ വിശ്വസ്തനായ ഒരു പ്രധാനമന്ത്രിയും ഉപദേശകനും ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അദ്ദേഹത്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര തൊപ്പികൾ ഉണ്ടായിരുന്നു? എല്ലാവരും ദുആ ചെയ്യണേ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.